ലോകത്ത് നിന്ന് പല സാമ്പത്തിക വിദഗ്ധരും നമ്മുടെ ഭാരതത്തിന്റെ വികസനത്തെക്കുറിച്ച് പഠിക്കാൻ ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഭാരതത്തിന്റെ വികസനം എങ്ങനെയായിരുന്നു എന്നും അത് എങ്ങനെയായിരിക്കണമെന്നും അദ്ദേഹം നടപ്പാക്കിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെയും വളരെ വിശദമായി പഠിക്കുന്നതിനു വേണ്ടിയിട്ടാണ് വിദേശ രാജ്യങ്ങളിലുള്ള പല വിദ്യാർത്ഥികളും നമ്മുടെ ഇന്ത്യയിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന ഒരു സംസ്ഥാനമുണ്ട്, ഗുജറാത്ത്. ആ ഗുജറാത്ത് വികസനം എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ ഇവിടെയുള്ള LDFന്റെ കുറച്ച് ആൾക്കാർ പണ്ടൊരു കാലത്ത് ഗുജറാത്ത് സന്ദർശിക്കാൻ പോയത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എന്നാൽ അതേപോലെ തന്നെയാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇപ്പോൾ ഇന്ത്യയുടെ വികസനം എങ്ങനെ നടക്കുന്നു എന്നും ആ വികസനത്തിന്റെ സൂത്രം എന്താണ് എന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വിദേശത്തുള്ള വിദ്യാർത്ഥികൾ ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണ ഒരു വ്ളോഗർ അല്ലെങ്കിൽ ഒരു യൂട്യൂബർ ഒരു സ്ഥലത്തിന്റെ വികസനത്തെക്കുറിച്ച് വീഡിയോ ഇടുമ്പോൾ അതിനെന്തെങ്കിലും രാഷ്ട്രീയപരമായ ഒരു പ്രതിച്ഛായ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ ഒരു ചായ്വ് ഉണ്ടോ എന്നതെല്ലാവരും ശ്രദ്ധിക്കാറുണ്ട്. എന്നാൽ രാഷ്ട്രീയപരമായി യാതൊരു ചായ്വുമില്ലാത്ത, എന്നാൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അത് ദരിദ്രമായ രാജ്യമായാലും വികസ്വര രാജ്യമായാലും വികസിത രാജ്യമായാലും ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ ചുറ്റി സഞ്ചരിച്ച് അവിടെയുള്ള ജനതയ്ക്കിടയിൽ അവർക്കൊപ്പം നിൽക്കുകയും അവരുടെ ജീവിതാനുഭവങ്ങളെ മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ഒരു വ്ളോഗറാണ്, ഇന്ന് നമ്മൾ അറിയപ്പെടുന്ന ഒരു വ്ളോഗറാണ് അരുണിമ. അരുണിമ നമ്മുടെ നാട്ടില് അവര് താമസിക്കുന്നത് ഒറ്റപ്പാലത്തെങ്ങാണ്ടാണ്. അവിടെ വന്നിട്ട് ആ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ അവിടെ നടന്ന വികസനത്തിന്റെ ഒരു കാര്യത്തെക്കുറിച്ച്, ആ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ നടപ്പായിട്ടുള്ള വികസനത്തെക്കുറിച്ച് അരുണിമ പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. കാരണം അവരെ സംബന്ധിച്ച് അവര് ഏറ്റവും ദരിദ്രമായ രാജ്യങ്ങളിലും ഏറ്റവും സാമ്പത്തിക ഉന്നമനം നടന്നിട്ടുള്ള രാജ്യങ്ങളിലും ഒക്കെ ചുറ്റി സഞ്ചരിച്ചിട്ടുള്ള വ്യക്തിയാണ്. അപ്പൊ അവരുടെ വീഡിയോയ്ക്കും സംസാരത്തിനും അതിൻ്റെതായ പാകതയും പക്വതയും ഉണ്ട്. അത് ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തെ അംഗീകരിക്കാനും നരേന്ദ്രമോദിയെ ബഹുമാനിക്കാനും. കുറെ നാൾക്ക് ശേഷം ഞാൻ എന്റെ നാട്ടിൽ വന്നപ്പോൾ ഞാനിത് ഇവിടെ റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത്. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ ശരിക്കും പറഞ്ഞാല് ഇവിടെ കണ്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ട്. സോ ക്ലീൻ, സീരിയസ്ലി ഇത് നോക്ക് എന്ത് ക്ലീനാന്നറിയോ. ഞാൻ വന്നപ്പോൾ ഈ ലിഫ്റ്റ് ഒക്കെ ഉണ്ട്, കുറേ നാളായി ഇവിടെ വന്നിട്ട്. അവിടെ വന്നപ്പോൾ ലിഫ്റ്റ് ഉണ്ട്, പിന്നെ ക്യാൻറ്റീൻ ഉണ്ട്, എല്ലാവിടെയും ക്ലീൻ. അത് മാത്രമല്ല അത് ഇതെന്താ നോക്കി, ഡസ്റ്റ്ബിൻസ് എല്ലാം ഉണ്ട് പ്രോപ്പറായിട്ട്. ഒരു പ്ലാസ്റ്റിക് പോലും എവിടെയും കിടക്കുന്നില്ല കേട്ടോ. എൻ്റെ നാടെല്ലാം ഭയങ്കരമായിട്ട് പുരോഗമിച്ചു. ഐ ഫീൽ പ്രൗഡ് സീരിയസ്ലി. കാരണം ഞാൻ ഇപ്പം എറണാകുളത്ത് നിന്നാണ് ഞാൻ ഒറ്റപ്പാലത്തേക്ക് വന്നത്.